ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടിയിട്ട് എനിക്ക് അത്ര വലിയൊരു സിറ്റുവേഷൻ ജാസിനെ കൂടുന്നു. അങ്ങനെ ജാസിനെ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ജാസി എന്നെ വന്ന്, അതുകൊണ്ട് ഞാൻ ജാസിനെ അങ്ങനെ പറഞ്ഞു പറ്റിക്കുകയല്ല, ജാസി എന്നെ പറഞ്ഞു പറ്റിക്കുക അങ്ങനത്തെ സംഭവത്തിലില്ല. ജാസിന്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഞാൻ ഒരിക്കൽ സംസാരിച്ച വസ്തു എന്തെന്നോട് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് 3 അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് 3 ഒന്ന് നിങ്ങൾക്ക് തരാൻ പറ്റുമോ ചോദിച്ചു. എനിക്ക് ഒന്നുള്ളൂ പറയും എന്തിനു സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആശി വിഷയം, ആശിയുടെ ഉമ്മയുടെ വോയിസ് ക്ലിപ്പിനുള്ള മറുപടി ആയിട്ട് ജാസിയും ആശിയും വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സംഭവം എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാലോ. ഒരു ട്രാൻസ്ജെൻഡർ ആണ് ജാസി. ഈ ജാസിയുടെ ലവർ ആണ് ആശി. ഇവർ തമ്മിൽ ദുബായിൽ വെച്ചുള്ള പരിചയമാണ്. അവിടെ വെച്ച് തന്നെയാണ് ഇവർ റിലേഷൻഷിപ്പിൽ ആവുന്നതും. അവിടെ വെച്ച് ഇവർ ഒരുമിച്ച് ടിക്ടോക്കിലേക്ക് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ദിവസം ആശി ലൈവിൽ വന്നൊരു കാര്യം പറയുന്നത് എന്താണ്, ജാസി എന്നെ പിടിച്ചു വെക്കുന്നു, എന്നെ ഒരുപാട് തല്ലുന്നു, എനിക്ക് റിലേഷൻഷിപ്പ് മടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തട്ടിക്കൊണ്ട് പാടൊക്കെ വെച്ചിട്ടാണ് ആശ അന്ന് സംസാരിച്ചത് അല്ലേ. അന്നത് ടിക്ടോക്കിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു. ആ സമയത്ത് ആശയെ സഹായിക്കാനായി മുന്നോട്ട് വന്ന പെൺകുട്ടിയായിരുന്നു നന്ദിനി റെഡ്ഡി എന്ന് പറയുന്ന പെൺകുട്ടി. പുള്ളിക്കാരി ആശയുടെ സുഹൃത്താണ്. എന്തായാലും അങ്ങനെ മുന്നോട്ട് പോകവേ കുറച്ച് ദിവസങ്ങൾക്ക് ഇപ്പുറം ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നു. അതിലെന്താണ് പറയുന്നത്, ഞാനും ആശയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, ആളുകൾ ഓരോന്നും പറഞ്ഞുണ്ടാക്കാണ് പോലും. ഈ പറയുന്ന ആശി തന്നെയാണ് ലൈവിൽ വന്നിരുന്ന് മോങ്ങി പറഞ്ഞത് ജാസി എന്നെ പിടിച്ചു വെക്കുന്നു, ജാസി എന്നെ വിടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഇവര് തന്നെ അവസാനം തിരിച്ചു പറയാണ് ഞങ്ങളുടെ തമ്മിൽ ഒരു പ്രശ്നവും, ആളുകൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണമെന്നൊക്കെ. എനിവേ ഇതിനെല്ലാം ശേഷം ജാസിക്ക് നന്ദിനിയോട് കടുത്ത വെറുപ്പ് വരാൻ തുടങ്ങി. കാരണം ജാസി വിചാരിച്ചത് അന്ന് ആശി തന്നെ കുറിച്ച് മോശമായി സംസാരിക്കാനുള്ള കാരണക്കാരി നന്ദിനിയാണ് എന്നുള്ളതാണ്. ഇത് കാരണമായി ജാസി പിന്നീട് ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ പിന്നീടുള്ള ഇന്റർവ്യൂകളിലെല്ലാം ജാസി വന്നിരുന്ന് നന്ദിനിയെ കുറ്റം പറയാൻ തുടങ്ങി എന്നുള്ളതാണ്. അവളെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാണെങ്കിൽ ഞാൻ വെടി വെച്ച് കൊല്ലും എന്ന് വരെ ജാസി പറയാൻ തുടങ്ങി. ഇത് നന്ദിനിക്ക് വല്ലാണ്ട് അങ്ങ് കൊണ്ടു. അത് പിന്നെ ആർക്കാരും കൊള്ളു അല്ലേ. തന്നെ കുറിച്ച് ഇങ്ങനെ നിരന്തരമായ എല്ലാ ഇന്റർവ്യൂലും വന്നിരുന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ആർക്കാരും കൊള്ളൂലേ. അങ്ങനെ നന്ദിനി എന്ത് ചെയ്തു, 2 ദിവസം മുന്നേ ആശിയുടെ ഉമ്മാന്റെ ഒരു വോയിസ് ക്ലിപ്പ് അങ്ങ് പുറത്തു വിട്ടു. ആ വോയിസ് ക്ലിപ്പ് നമ്മൾ 2 ദിവസം മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. ആ വോയിസ് ക്ലിപ്പിൽ ആശിയുടെ ഉമ്മ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ. അതിൽ മെയിൻ ആയിട്ട് ആശിയുടെ ഉമ്മ പറഞ്ഞത് എന്താണ്, ജാസ് ആശിയെ പിടിച്ചു വെച്ചതാണ്. ജാസ് ആണിന്റെ ശൗര്യം കാണിക്കേണ്ടടുത്ത് ആണിന്റെ ശൗര്യം കാണിക്കുന്നുണ്ട്, പെണ്ണാവേണ്ട അടുത്ത് പെണ്ണാവുന്നുമുണ്ട് എന്നൊക്കെയാണ് ആശിയുടെ ഉമ്മ പറഞ്ഞു വെക്കുന്നത്. ആശിയുടെ പാസ്പോർട്ട് പോലും ജാസി പിടിച്ചു വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലേ. അതിന്റെ കൂട്ടത്തിൽ അന്നൊരു കാര്യം കൂടി ആശിയുടെ ഉമ്മ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അത് കേട്ടതിന് ശേഷം ആശിയുടെയും ജാസിയുടെയും മറുപടിയിലേക്ക് കടക്കാം. 10 മാസം എന്റെ കുട്ടി ഇവിടെ വന്നിട്ട് 10 ഉറുപ്പ്യ ഞങ്ങളുടെ വീട്ടിലേക്കില്ല, വേണ്ട. 2 വർഷം അവന്റെ 10 ഉറുപ്പ്യ ഞങ്ങൾക്ക് ചെലവ്. ഇവന്റെ ചെലവിനെ കഴിയണ ഓരോ യൂട്യൂബർമാര് പറയണ്ടേ, ഇവൻ സമ്പാദിച്ച പൈസ എവിടെ? കംപ്ലീറ്റ് ജാസിന്റെ കയ്യിലാണ്. ജാസിന്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഞാൻ ഒരിക്കൽ സംസാരിച്ച വസ്തു എന്തെന്നോട് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് 3 അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് 3 ഒന്ന് നിങ്ങൾക്ക് തരാൻ പറ്റുമോ ചോദിച്ചു. എനിക്ക് ഒന്നുള്ളൂ പറയും എന്തിനു സപ്പോർട്ട് ചെയ്യുന്നത്. മോൻ വരുമ്പത്തിന് ഇറച്ചിയും 10 ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ട് എന്തിനു ഇവരെ അവനെ സ്വീകരിക്കണം, ആട്ടിവിടണം. അതേസമയം ജാസി ഇവിടുത്തെ കയറുന്നതിന് ചൂലും കെട്ടോണ്ടടിക്കും. ഞാൻ കേട്ടൂല. ഇവരുടെ അമ്മ എന്തിനു കയറ്റണത്? അതന്നെ ഞാൻ പറയണത്. ഈ നല്ല സപ്പോർട്ട് അടിയുമ്പോൾ കാര്യം ഉണ്ടാവും. ഞങ്ങൾ അന്ന് വിളിച്ചപ്പോ പറയണത് എന്തെല്ലാം പറയുന്നു അവര്. ഈ ചെക്കൻ്റെ ഒപ്പം വായി കൊടുക്കാൻ പറ്റും. ചെക്കനിക്ക് എന്ത് വായാണ് പറഞ്ഞ പെണ്ണല്ല അടികട്ടവൻ. ഞാനാണ് കുടുംബത്തോടെ അനാവശ്യം പറയും. ഇനി എന്തെല്ലാം തെറി വിളിച്ചിട്ടുണ്ടാ, എന്തെല്ലാം അനാവശ്യം പിന്നെ വിളിച്ചിട്ടുണ്ടെന്ന്. ആ മെസ്സേജ് അവൻ അപ്പ ഡിലേറ്റ് ആക്കും. എന്റെ മോന്റെ മുമ്പിൽ വിളിച്ചാൽ എന്റെ മോൻ കേട്ടിട്ട് എന്നോട് പറയാൻ എന്റെ മോനിക്കൊന്നും അവിടെ പറയാൻ പാടില്ല. അതേസമയം ആഷിക്ക് അവനെ വിട്ടിട്ട് വന്നാലും കൂടി ഇവൻ സ്വയം കൊടുക്കുമെന്ന് നിങ്ങളൊക്കെ വിചാരിക്കണ്ട. അങ്ങനെ ആഷിക്ക് അവിടെ അടിമായിട്ടിരിക്കുന്നു. ഞങ്ങൾ മൊയിലേരത്തും കൊല്ലാക്കാട്ടും കൊല്ല പടച്ച റബ്ബിനോടെ ഞാൻ പ്രാർത്ഥിക്കണം. എന്റെ പ്രാർത്ഥന എന്തായാലും കേൾക്കാതിരിക്കൂല പടച്ച. എന്നെങ്കിലും ഒരു കാലത്ത് ഇതിനൊരു അവസാനം ഉണ്ടാവും. എന്നും ഇവര് 16 പോലെ ഇരിക്കൊന്നുമില്ല. എത്ര വേദന ഉണ്ട് എനിക്ക്. ഒരു നേരം നമസ്കാരപ്പായി ഇത് കരയാത്ത. ഓക്കെ, നെഞ്ചു പൊട്ടിയാണ് ആശിയുടെ ഉമ്മ ഇവിടെ സംസാരിക്കുന്നത് അല്ലേ. എന്നിരുന്നാലും ഇവിടെ ആശിയുടെ ഉമ്മ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് തന്റെ മകനായിട്ടുള്ള ആശി അവസാനമായി വീട്ടിൽ വന്നു പോയിട്ട് 10 മാസത്തോളമായി, 1 ഉറുപ്പ്യ പോലും വീട്ടിലേക്ക് അയക്കാറില്ല എന്ന് അല്ലേ. ഇതുമായി ബന്ധപ്പെട്ട് ജാസിയുടെ ഉമ്മയോട് സംസാരിച്ച സമയത്ത് ജാസിയുടെ ഉമ്മയുടെ മറുപടി എന്താണ്, നിങ്ങൾക്ക് 3 മക്കളില്ലേ, എനിക്ക് ഒന്നേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അല്ലേ. അതായത് ജാസിയുടെ ഉമ്മക്ക് ജാസിയുടെയും ആശിന്റെയും പണം മതി എന്നുള്ള രീതിയിലാണ് ആശിയുടെ ഉമ്മ സംസാരിച്ച് വെക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇവിടെ ജാസിയും ആശിയും മാത്രമല്ല ജാസിയുടെ ഉമ്മയെ വരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് അല്ലേ. എന്തായാലും ഇതിനെല്ലാം ഉള്ള മറുപടിയുമായിട്ടാണ് ഇന്നലെ ജാസിയും ആശിയും ഒരുമിച്ച് രംഗത്ത് വന്നിട്ടുള്ളത്. നമുക്ക് എന്തായാലും അവർക്ക് പറയാനുള്ള എന്താണെന്നുള്ളത് കേട്ടോക്കാം. പല ആൾക്കാരും പറയുന്നുണ്ട് ആഷിനെ ഞാൻ പറയാൻ സമ്മതിക്കുന്നില്ല, ആഷിനെ ഞാൻ വിടുന്നില്ല. അപ്പം ഒന്നാമത് ആഷിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിങ്ങനെ ഇരുന്ന് സംസാരിക്കാനൊന്നും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. എന്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രമാണ് ആഷി ഈ എന്താ പറയാ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതടക്കം ആഷി പറയുന്നത്. അതില് ആ വോയിസ് ഞാൻ ഫുള്ളായി കേട്ട്. അതിൽ എത്ര 4 പാർട്ടോ 3 പാർട്ടോ ഉണ്ട്. അതിൽ ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ റീപ്ലൈ കൊടുക്കില്ലാണ്ടിരുന്നാണ്. പിന്നെ കുറേ സോഷ്യൽ മീഡിയ ആങ്ങളമാരും അമ്മായിമാരും എടുത്തിട്ട് അത് വളച്ചിരിക്കാൻ നിർത്തി. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞപ്പോഴും ഓൺ വോയിസ് ചെയ്യാനൊരു മടിയുണ്ട്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഓൺ വോയിസ് സംസാരിക്കാത്ത, ഒരു ഇന്റർവ്യൂലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ജാസിയാരും കൂടുതൽ സംസാരിക്കും. ഷിദ്ദിൽ ഞാൻ സംസാരിക്കുന്നത് എന്നാലാണ് ക്ലിയർ ആവുള്ളൂ എന്നുള്ള സംഭവത്തിൽ ഞാൻ സംസാരിക്കുന്നത്.
ഓക്കെ, നല്ല കാര്യം. ഇപ്പോഴെങ്കിലും സംസാരിക്കാനുള്ള തീരുമാനം എടുത്തല്ലോ. പൊതുവെ ഇവർ രണ്ടുപേർക്കെതിരെയും എല്ലാവരും പറഞ്ഞൊരു കംപ്ലൈന്റ് ആണ് അല്ലേ, ജാസിയും ആശയും ഒരുമിച്ച് എവിടെ പോയാലും സംസാരിക്കുന്നത് മുഴുവനും ജാസി ആയിരിക്കും, ആശ ഒരു അക്ഷരം മിണ്ടാറില്ല എന്ന്. അതിനുള്ള കാരണമായി എല്ലാവരും വിചാരിച്ചു വെച്ചേക്കുന്നത് ആശ എന്തെങ്കിലും മിണ്ടി കഴിഞ്ഞാണെങ്കിൽ ജാസി പിടിച്ചു വെക്കും എന്നുള്ളത് കൊണ്ടാണ്. അതിന് ഇത്രയും കാലം ആശ മറുപടി കൊടുത്തിട്ടില്ലായിരുന്നു. അതിനുള്ള മറുപടിയാണ് ഇപ്പൊ ആശ നൽകിയിട്ടുള്ളത്. എനിക്ക് പബ്ലിക്കിൽ വന്നിങ്ങനെ അപ്പിയർ ആവാൻ പൊതുവെ താല്പര്യമൊന്നുമില്ല, ജാസിയുടെ ഇഷ്ടത്തിനാണ് ഞാൻ അപ്പിയർ ആവുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ. എന്തായാലും ഇത്ര ആയ സ്ഥിതിക്ക് ആശ തന്നെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞാട്ടെ. ഫസ്റ്റ് പറയേണ്ട ആ വോയിസിൽ ഞാൻ വന്നിട്ട് 10 മാസമായി ഇതുവരെയായിട്ട്. ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് 10 മാസമായിരുന്നു. നാട്ടിൽ നിന്ന് ഞാൻ വന്നിട്ട് 10 മാസം ഞാൻ ഫസ്റ്റ് നാട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വീട്ടുകാരെ കുറ്റപ്പെടുത്തി ഒന്നും പറയില്ല. എനിക്ക് ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരും പണ്ട് എനിക്കുണ്ട്. 6 വർഷം ശേഷം നാട്ടിലേക്ക് പോരാൻ പറ്റുന്നത്. പണ്ട് എനിക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു നാട്ടിൽ. അതുപോലെ ഒരു ഗ്യാങ് മെമ്പേഴ്സ്, നല്ല മെമ്പേഴ്സ് പൊളിയായിരുന്നു. പക്ഷെ നാട്ടിൽ പോയിട്ട് ദുബായി പോയിട്ട് വന്നപ്പോൾ ഈ വ്യക്തികളൊന്നും എൻ്റെ പഴയ പോലെയല്ല പെരുമാറുന്നതും കാര്യങ്ങളും. പിന്നെ ഞാൻ ആപ്പാടെ വീട്ടിൽ മാത്രം ഒറ്റ അങ്ങനത്തെ സംഭവം വന്നപ്പോൾ ഞാൻ എല്ലാം അവിടെ നിന്ന് വന്നതാണ്. നാട്ടിൽ നിന്ന് അവിടെ നിന്ന് അങ്ങനെ കൊച്ചിയിലേക്ക് വന്നതാണ്. അത് പിന്നെ സ്വാഭാവികം. ഇങ്ങനെ ഒരാളുമായിട്ടാണ് നീ റിലേഷൻഷിപ്പിൽ ഉള്ളത് എന്ന് അറിയുന്ന സമയത്ത് ആരായാലും അതിന് കൂട്ടു നിൽക്കില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഈ ട്രാൻസ്ജെൻഡറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്ന സമയത്ത് ആളുകൾ അതിനെ വേറെ ഏതോ തരത്തിലൊക്കെയാണ് കാണുന്നത് അല്ലേ. അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് എന്തായാലും സപ്പോർട്ട് കിട്ടത്തില്ല. പിന്നെ നിങ്ങൾ ദുബായിലായിരുന്ന സമയത്ത് ടിക്ടോക്കിൽ കാണിച്ചു കൂട്ടിയതൊക്കെ എല്ലാവരും കണ്ടതാണ്. അതും കൂടി ആകുമ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഒറ്റപ്പെടുത്തും. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ സൊസൈറ്റിയിലെ രീതി അങ്ങനെയാണ്. പിന്നെ ഇവിടെ ആശി പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അല്ലേ, എനിക്ക് നാട്ടിലൊരു ഗ്യാങ് ഉണ്ടായിരുന്നു, അടിപൊളി ഗ്യാങ് ആണ്, പക്ഷേ ദുബായിൽ നിന്ന് വന്നപ്പോൾ അവർ പോലും എന്നെ കൈവിട്ടു എന്നുള്ളത്. ഇവിടെ ആശി ഒരു അന്യ മതസ്ഥയായിരുന്നു പ്രേമിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സുഹൃത്തുക്കളൊക്കെ കൂടെ നിന്നേനെ അല്ലേ. പക്ഷെ പ്രേമിച്ചത് ഒരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും കൂട്ടു നിൽക്കാൻ കഴിയില്ല. കാരണം അതിന് സാമൂഹികമായും മതപരമായിട്ടും വരെ ഒരുപാട് വിലക്കുകൾ ഉണ്ട് അല്ലേ. അങ്ങനെ വരുമ്പോൾ അവർ കൂടെ നിൽക്കാത്തതിൽ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. ഇനി അവരൊക്കെ കൂടെ നിൽക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ മുന്നിലുള്ളൂ, ജാസിയുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കി ആശ അവരോടത്തേക്ക് പോവുക. എന്നാൽ പിന്നെ അവർ കൂടെ നിന്നേക്കും, അല്ലാതെ അവർ കൂടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. രണ്ടാമത് ജാസി എന്നുള്ളൊരു റിലേഷൻഷിപ്പിൽ വന്നേ പിന്നെയാണ് എല്ലാവരും ഇങ്ങനെ വെറുക്കണമെന്ന് പറയുന്നത്. ഒരിക്കലും ജാസി എന്നുള്ള സംഭവത്തിൽ ജാസിനെ പിടിച്ചു നിർത്തിക്കുക അങ്ങനെയല്ല. എൻ്റെ സംഭവം ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് പല ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു ഡാർക്ക് സിറ്റുവേഷനിൽ ജാസിനെ എൻ്റെ കൂടെ നിന്ന് അതുകൊണ്ട് എൻ്റെ മരിക്കണം എന്നുള്ളൊരു ലെവലിൽ നിൽക്കുമ്പോഴാണ് മനസ്സിലായത് എനിക്ക് ജാസി എന്നെ വന്ന്. അതുകൊണ്ട് ഞാൻ ജാസിനെ അങ്ങനെ പറഞ്ഞു പറ്റിക്കുകയല്ല, ജാസി എന്നെ പറഞ്ഞു പറ്റിക്കുക അങ്ങനത്തെ ഒരു സംഭവത്തിലില്ല. ഞാൻ ജാസിനെ 100% ഷുവറായിട്ടും നല്ല മനസ്സോടെ ഞാൻ ജാസിൻ്റെ ഒപ്പം നിൽക്കുന്നത്. അതിൽ കുറേ വോയിസിൽ വളച്ചൊടിക്കുന്നുണ്ട്. അതിപ്പോൾ ഏത് പറ്റുമ്പോഴാണെങ്കിലും അങ്ങനെയാണ് അവർക്ക് വേണ്ടിയിട്ട് മൊത്തം. ഞാൻ ലാസ്റ്റ് ആ വോയിസ് കേട്ടപ്പോൾ എൻ്റെ ഉമ്മാക്ക് വിളിച്ചപ്പോൾ പറഞ്ഞ് നീ എല്ലാം ഇട്ടിട്ട് വാ, എന്നാൽ നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അത് ഞാൻ പിന്നെ എനിക്ക് പറയാൻ താല്പര്യമില്ല. ഓക്കെ, ഒരു ഉമ്മ എന്ന നിലക്ക് ആ ഉമ്മക്ക് അങ്ങനെ സംസാരിക്കാൻ കഴിയും. എന്തായാലും ഇവിടെ ജാസി നല്ല രീതിയിൽ പൊക്കുന്നുണ്ട് അല്ലേ. എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ എൻ്റെ കൂടെ നിന്നത് ജാസിയാണ്, എനിക്ക് അവളെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടെ ആശി സംസാരിച്ചു വെക്കുന്നത് അല്ലേ. പക്ഷെ ഇതേ ആശി തന്നെയാണ് 2 കൊല്ലം മുന്നേ അവൾ എന്നെ പിടിച്ചു വെക്കുന്നു, എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ലൈവിൽ വന്ന് മുങ്ങിയത്. ആ വീഡിയോ പലരും കണ്ടിട്ടുണ്ടാകും. ഇനി കാണാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് വരണം. ഞാൻ അതിനുവേണ്ടി ഒരുപാട് അടിയൊക്കെ കൊണ്ട് എൻ്റെ വീട്ടിലൊക്കെ വിളിച്ചപ്പോൾ വീട്ടുകാരൊക്കെ തിരിച്ച് വന്നാൽ പറയും. പിന്നെന്താ, ഈ റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ അതുവരെ കണ്ടത്. പിന്നെ അവൻ പറഞ്ഞ് എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കണം, അങ്ങനെയാണ് അവൻ്റെ ഒരു അക്കൗണ്ടും പിന്നെ അവൻ്റെ ഒരു ഇതിന് വേണ്ടി നിൽക്കുന്നത്. എല്ലാ വീഡിയോസും കണ്ട ഗൈസിന് അറിയാം, ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത വീഡിയോസാണ് എല്ലാം അറിയാലോ. ഞാൻ എനിക്ക് കൂടുതൽ ആക്ട് ചെയ്യാൻ നടക്കാറില്ല. ഓക്കെ, അതാണ് 2 കൊല്ലം മുന്നേ എങ്ങനെ സംസാരിച്ച വ്യക്തിയാണ് ഇപ്പൊ വന്ന് നേരെ തിരിച്ചു പറയുന്നത്. ഇതൊക്കെ കേൾക്കുന്ന ജനങ്ങൾക്ക് എന്തായാലും ആശി പറയുന്നത് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അന്ന് ആശി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആശി പറയുന്ന കാര്യങ്ങൾ ജനം വിശ്വസിച്ചേനെ. ഒന്നും വേണ്ട, ഇവർ രണ്ടാളും കൂടെ ഒരുമിച്ച് ചെയ്ത വീഡിയോയുടെ കമന്റ് ബോക്സ് മാത്രം എടുത്ത് നോക്കിയാൽ മതി. അവിടെ പോലും ഇപ്പൊ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആശയെ വെറുതെ വിട് ജാസി എന്നൊക്കെയാണ്. കാരണം ജനങ്ങൾക്ക് ആശി പറയുന്നത് വിശ്വാസമാകുന്നില്ല. എല്ലാവരുടെയും മനസ്സിൽ ആശി 2 കൊല്ലം മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. പറയല്ലോ, ഈ സംസാരിക്കുന്ന സമയത്ത് പോലും ഈ 2 കൊല്ലം മുന്നേ ആശി പറഞ്ഞ കാര്യങ്ങളാണ് എന്റെ മനസ്സ് മുഴുവൻ. അത് മനസ്സിൽ വെച്ച് ആശി പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കെന്തോ മുഴുവനായിട്ട് അങ്ങ് ഡൈജസ്റ്റ് ആവാത്ത പോലെ. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. പിന്നെ രണ്ടാമത് അതിൽ പറഞ്ഞ ക്യാഷിനാണ് അയക്കുന്നില്ല കാര്യങ്ങൾ. ഒന്നാമത് ഫോൺ അടിച്ചെടുക്കില്ല. ഫോൺ ഞാൻ വിളിച്ചാൽ ഞാനാണ് ഓൻ എടുക്കില്ല. പിന്നെ ഞാൻ ഫാമിലിയിൽ കൂടുതൽ മെമ്പേഴ്സ് കുടുംബത്തിൽ വരുമ്പോൾ ഞാൻ വിളിക്കാൻ നിൽക്കില്ല. എന്താ വെച്ചാൽ ഞാൻ കാരണം കൊണ്ട് ഇനി അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്നുള്ള സംഭവത്തിൽ ഞാൻ വിളിക്കാൻ നിൽക്കില്ല. പിന്നെ പൈസ ഞാൻ അയക്കില്ല. എൻ്റെ ഫസ്റ്റത്തേക്കാകെ അറിയാണ്ട് നമ്മൾക്ക് പൈസ അയച്ചു കൊടുക്കലുണ്ട്. അതിന്റെ റെസിറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് കാണി, പക്ഷെ ബോധിപ്പിക്കുന്നില്ല ഞാൻ ചെയ്ത് എനിക്ക് മാത്രമല്ല. ഈ പെരുന്നാളിന് പോലും എന്റെ വീട്ടിലേക്ക് ഞാൻ ക്യാഷ് അയച്ചു, അതേപോലെ ആഷിന്റെ വീട്ടിലേക്കും ക്യാഷ് കൊടുത്തിട്ടുണ്ട്. അത് കാണിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഉമ്മാക്കൊക്കെ വളരെ ചീപ്പുള്ള കാര്യമാണ്. ഓക്കെ, അങ്ങനെ അവർ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. 10-29 മിനിറ്റ് വരെ ഇരുന്ന് പറയുന്നുണ്ട്. ഞാൻ എല്ലാം കൂടി കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല, കുറെയൊക്കെ പറഞ്ഞു തന്നെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു അവസാനം ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി ഈ ഒരു ജന്മം ഉണ്ടെങ്കിൽ
ജാസിയും ആശിയും ഒരുമിച്ച് തന്നെയായിരിക്കും, ഞങ്ങൾ ആർക്കും പിരിക്കാൻ പറ്റില്ല എന്നൊക്കെ. എന്തോ ആയിക്കോട്ടെ. എന്തായാലും ആശി പറയുന്നത് ഉള്ളി തട്ടി തന്നെ പറഞ്ഞതാണോ അതോ ജാസിയോടുള്ള പേടി കൊണ്ട് പറഞ്ഞതാണോ എന്നൊന്നും അറിയില്ല. ഇനി ഉള്ളി തട്ടിയാണ് ആശി കാര്യങ്ങളൊക്കെ സംസാരിച്ചതെങ്കിൽ ഇവരെങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ അല്ലേ, അതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷെ ജാസിയോടുള്ള പേടിയുടെ പുറത്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എങ്കിൽ, ജാസി തന്നെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടി കൊണ്ടാണ് ആശി ഇങ്ങനെ പറഞ്ഞത് എങ്കിൽ, തീർച്ചയായും തന്റെ പെറ്റുമ്മയുടെ ഈ കണ്ണുനീരിന് ആശി മറുപടി പറയേണ്ടി വരും. അത്ര എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും ഞാൻ അവിടെ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.